ഓക്കെ. അപ്പോൾ ഈ നീ റീപ്ലേസ്മെൻറ്റ് സർജറീസ് ഒക്കെ ഉണ്ടല്ലോ, അതെപ്പോഴും ഒരാൾ ഓപ്റ്റ് ചെയ്യേണ്ടത്? ആർക്കൊക്കെ അപ്പോൾ അത് അഡ്വൈസ് ചെയ്യുന്നത്? ഏത് ഘട്ടത്തിലാണ്? പ്രാക്ടിക്കൽ തിയറി പറയാം. പ്രാക്ടിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേജ് 4 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളൊരു പേഷ്യൻറ്റിന് സർജറി ചെയ്യാം. എബോവ് 65 ഇയേഴ്സ് മരുന്ന് കഴിച്ചു, ഒന്നും ചെയ്തിട്ട് മാറുന്നില്ല, അയാൾ സ്റ്റേജ് 4 ആണെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് സർജറി ചെയ്യും. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എക്സ്പീരിയൻസിൽ നിന്നിട്ട് എപ്പോൾ ഒരു പേഷ്യൻറ്റിന് സർജറി പറയാം 4 ഇൻഡിക്കേഷൻസ് പറഞ്ഞുതരാം. ഒന്ന് എബോവ് 65 ഇയേഴ്സ്, 2 സ്റ്റേജ് 4, ആൻഡ് 3 സെൽഫ് കെയർ. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. 4-മത്തെ കാര്യം ഫെയിലിയർ ഓഫ് ഓൾ അതർ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ്. സർജറിക്ക് മുന്നേ ആ പേഷ്യൻറ്റിനെ കൊണ്ട് പറ്റുന്ന മരുന്നായിക്കോട്ടെ, ഇഞ്ചക്ഷൻ ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, വാട്ട് എവർ മെത്തേഡ്സ് ദേ ട്രൈഡ് ആൻഡ് ഇഫ് ദേ ആർ ഗോയിങ് ടു ഫെയിൽ. ഇങ്ങനെ 4 ക്രൈറ്റീരിയയിൽ 3 എണ്ണം വന്നാൽ തീർച്ചയായിട്ടും ആ പേഷ്യൻറ്റ് സർജറി അല്ലേ ഏറ്റവും ബെസ്റ്റ്. കാരണം അയാൾ 65 വയസ്സായി, ഇനി കൂടുതൽ ചെയ്യും തോറും ഹെൽത്ത് കണ്ടീഷൻ വേഴ്സാണ്, അപ്പോൾ സർജറി കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ സ്റ്റേജ് 4 ആയി. സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ നമ്മളിനി ബാക്കിയുള്ള മൊഡാലിറ്റീസ് ട്രൈ ചെയ്യാം, ഫെയിൽ ചെയ്താലും പാടാണ്. പിന്നെ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനും വാഷ്റൂമിൽ പോകാനോ നമ്മൾക്കൊരു കാര്യം പോലും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൻഡ് ലാസ്റ്റ് ഇസ് വാട്ട് യു ഹാവ് ട്രൈഡ്. നമ്മളെല്ലാം ട്രൈ ചെയ്തു, എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ സർജറി. അപ്പോൾ ഈ 4 കണ്ടീഷനിൽ 3 എണ്ണം വന്നാൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഐ തിങ്ക് ദാറ്റ് ഇസ് പ്രിറ്റി ഈസി ഓൾസോ. പേഷ്യൻസിന് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് കേൾക്കുന്ന ഒരാൾ കേൾക്കുകയാണെങ്കിൽ അവർക്കറിയാം.